എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതം നാറ്റിൻകര. ഇന്ന് നമ്മൾ ദശാവതാരത്തിലെ മൂന്നാമത്തെ അവതാരമായ പരശുരാമ അവതാരമാണ്. പരശുരാമ അവതാരം മൂന്നാമത്തെ അവതാരമാണ് കാലഗണന പ്രകാരം. എന്നാൽ അത് ദശാവതാര കഥയിൽ വരുന്നത് ആറാമത്തേതായിട്ടാണ്. BC 7-ാം നൂറ്റാണ്ട് അവസാനത്തോടു കൂടി നടന്ന ഹിരണ്യകശിപുവിൻ്റെ കൊലപാതകം, അത് നേരത്തെ പറഞ്ഞു, അതായത് നരസിംഹാവതാരം. അതിനുശേഷം പിന്നെ BC 2-ാം നൂറ്റാണ്ട് ആദ്യ പതിറ്റാണ്ട് വരെ പ്രത്യേകിച്ച് അവതാരങ്ങളൊന്നും നടന്നില്ല. ഏതാണ്ട് 450 വർഷങ്ങൾ. ഈ 450 വർഷങ്ങൾ, ഇത്രയും നീണ്ടമായ ഒരു കാലയളവിൽ അവതാരങ്ങളൊന്നും നടക്കാത്തതിന് കാരണം അന്ന് ധർമ്മച്യുതിയൊന്നും നടന്നില്ല എന്ന അർത്ഥമൊന്നുമില്ല. ധർമ്മച്യുതിയെ നടന്നിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ അതിന് തടയിടാനുള്ള ശക്തിയൊന്നും അന്ന് അവതാര പുരുഷന് ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. അതുകൊണ്ട് സംഭവാമി യുഗയുഗെ, അത് ഒരു നീണ്ട കാലത്തേക്ക് ലോക്ക്ഡൗൺ ആയിരുന്നു എന്നതാണ് സത്യം. അപ്പോൾ BC 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ബ്രാഹ്മണസം തകരാൻ തുടങ്ങി. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്: ആശ്രമ സിദ്ധാന്തം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ ഈ 4 ആശ്രമങ്ങളോട് തന്നെയാണ് ബ്രാഹ്മണ്യത്തിൻ്റെ തകർച്ചയുടെ ആദ്യഘട്ടം തുടങ്ങുന്നത്. ആയിരക്കണക്കിന് വൃദ്ധജനങ്ങളും ആശ്രമമറ്റ ജീവിതം, യാതന, ദുരിതപൂർണമായ മരണം, അസുഖങ്ങൾ, അവരെ സ്നേഹിക്കാൻ ആരുമില്ല, അവരെ ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ ധാരാളം ആൾക്കാർ നദീതീരത്തും റോഡിലും ചന്തപ്രദേശത്തും കാടിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ മോക്ഷത്തിന് വേണ്ടി അലഞ്ഞിരുന്ന് നടക്കുമായിരുന്നു. അവരെ ശുശ്രൂഷിക്കാൻ മക്കളില്ല, അല്ലെങ്കിൽ ആരുമില്ല. അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും ആരില്ലാത്ത അവസ്ഥയിൽ മോശം തേടി നടന്നവരിങ്ങനെ ആയിരക്കണക്കിന് മരിച്ചു വീണു. ഇതൊക്കെ കണ്ടോ ഈ സമയത്താണ് ജീവിതം നിരർത്ഥമായി തോന്നുമ്പോൾ, ഈ സമയത്താണ് ബുദ്ധിസം ജൈനിസം വരുന്നതും. ആ ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും കടന്നുവരവും ബുദ്ധനും കരുണയോടുകൂടി ജനഹൃദയങ്ങളെ സ്വീകരിച്ചപ്പോൾ ബ്രാഹ്മണിസം തകർന്നു. സകല ആൾക്കാരും ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും പുറകെ പോയി. അങ്ങനെ ബുദ്ധിസം, ജൈനിസം, പിന്നെ 16 ജനപദങ്ങളിലെ ഉയർച്ച, പുതിയ തൊഴിലുകൾ, വിദ്യാഭ്യാസം, ട്രേഡ്, ഇങ്ങനെയൊക്കെ ഇതെല്ലാം വികസിച്ച് വന്നപ്പോഴത്തേക്കും ഈ അന്ധവിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിൻ്റെ അന്ധവിശ്വാസത്തിനുള്ള ആൾക്കാർ ബൈ പറഞ്ഞു. അവർ അന്ന് ഉണ്ടാക്കിയ ആചാരങ്ങൾ അതൊക്കെ നിന്നുപോയി. അതുപോലെ തട്ടിപ്പുകൾ നിന്നുപോയി. അങ്ങനെ ബ്രാഹ്മണസത്തിൽ നിന്ന് ആൾക്കാർ, കൂടുതൽ ആൾക്കാരും ജൈനസത്തിൻ്റെയും ബുദ്ധത്തിൻ്റെയും പുറകെ പോയി. അപ്പോഴത്തേക്കും അവർക്ക് പുതിയ തൊഴിലുണ്ട്, അവർക്ക് പുതിയ വരുമാനമുണ്ട്, അവർക്ക് പുതിയ ആശയങ്ങളുണ്ട്, ഉൾക്കാഴ്ചകളുണ്ട്, ജീവിതത്തെക്കുറിച്ച് വീക്ഷണങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ അന്ധവിശ്വാസം കൊണ്ടാണ് ബ്രാഹ്മണർക്ക്, അവർക്കപ്പം തൊഴിലില്ല, അവരുടെ ഒരു തൊഴിലും അല്ലെങ്കിൽ അവരുടെ തൊഴിലൊന്നും ആരും അംഗീകരിക്കുന്നില്ല. അത് ആർക്കും ആവശ്യമില്ലാതെ വന്നു. അത് അങ്ങനെ വന്നപ്പോഴേക്കും അവർക്ക് ഇൻകമില്ല. അവരെ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടന്നവരെല്ലാം പുച്ഛിച്ച് അവർക്ക് പ്രിവിലേജ് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ അവരെ സുപ്പീരിയോറിറ്റി നഷ്ടപ്പെട്ടു പോയി. തട്ടിപ്പുകാരെന്ന ഒരു ലേബലിലാണ് പിന്നെ അവരുടെ ജീവിതം കുറേ നാൾ നീങ്ങിപ്പോയത്. അപ്പം ഇതൊരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ടൈമായിരുന്നു. ബുദ്ധിസത്തിൻ്റെയും ജനസത്തിൻ്റെയും കടന്നുവരവോടുകൂടി സമൂഹത്തിലുണ്ടായ ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷനായിരുന്നു. അപ്പം ട്രൈബൽ റൂൾസിൽ നിന്ന് കിങ്ഷിപ്പിലേക്ക് മാറുന്നൊരു അവസരം കൂടിയായിരുന്നു. ഈ 16 ജനപദങ്ങൾ വന്നു. അതിൽ 4 ജനപദങ്ങൾ വലിയ ജനപദങ്ങളായിരുന്നു. അവിടെയൊക്കെ കിങ്ഷിപ്പ് ഉണ്ടായി. ഈ കിങ്ഷിപ്പൊക്കെ ഉണ്ടാക്കിയപ്പോഴും അതിനകത്ത് വന്ന രാജാക്കന്മാർ, ഇതിലൊന്നും ബ്രാഹ്മണ രാജാക്കന്മാരോ അല്ലെങ്കിൽ ക്ഷത്രിയ രാജാക്കന്മാരോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ ക്ഷത്രിയനാണ് രാജ്യം ഭരിക്കാൻ അധികാരം എന്നൊക്കെ ഇവരുണ്ടാക്കി വെച്ചെങ്കിലും അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല. അല്ലെങ്കിൽ ശക്തരായ ഈ നാഗവംശി അല്ലെങ്കിൽ ദ്രാവിഡ യുവാക്കളായിരുന്നു, അവരായിരുന്നു രാജാക്കന്മാരായിട്ട് വന്നത്. അവരെ പ്രത്യേക ഡൈനാസ്റ്റി, അതിനുശേഷം ഹരിയങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി, മൗര്യ ഡൈനാസ്റ്റി, ഇതൊക്കെ ദ്രവിഡിയൻസിൻ്റെ ആയിരുന്നു. നാഗവംശി ദ്രവിഡിയൻസിൻ്റെ. ഇവരിലൊന്നും ബ്രാഹ്മണർക്ക് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ബ്രാഹ്മണ വിരോധികളായിരുന്നു ഇവർ മിക്കവരും. ആർക്കും ബ്രാഹ്മണരെ അവർ ഉപദേശകരായിട്ടോ മന്ത്രിമാരായിട്ടോ അല്ലെങ്കിൽ സേനാപതിയായിട്ടോ ഒന്നും അവരെ നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രാഹ്മണൻ്റെ ആ പ്രിവിലേജ് അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ എൻറ്റിറ്റി പോലും നഷ്ടപ്പെട്ട പീരീഡായിരുന്നു ഈ 450-500 വർഷങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ കിങ്ഷിപ്പ് തുടങ്ങിയത് ഈ ദ്രാവിഡ വംശം തന്നെയായിരുന്നു. അവരെല്ലാം ബ്രാഹ്മണ വിരോധികളായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പം നമുക്കറിയാം, വലിയ രാജാക്കന്മാർ, ബിംബിസാരൻ, അജാതശത്രു, അല്ലെങ്കിൽ മഹാപത്മനന്ദ, ധനനന്ദ, ചന്ദ്രഗുപ്ത മൗര്യ, അശോക, ഇവരൊക്കെയായിരുന്നു. ഇവരെല്ലാം ദ്രവിഡിയൻസ് ആയിരുന്നു. ഇവരായിരുന്നു പ്രധാനപ്പെട്ട രാജാക്കന്മാർ. ഇവിടെ എങ്ങും ഒരു ബ്രാഹ്മണൻ്റെ പേരോ ഒരു ക്ഷത്രിയൻ്റെ പേരോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഇവരെല്ലാം എല്ലാ തരത്തിലുള്ള ബ്രാഹ്മണിക് എക്സ്പ്ലോയിറ്റേഷൻ, സമൂഹത്തിൽ അന്ന് വരെ ഇവർ കൊണ്ടുനടന്ന ധാരാളം ബ്രാഹ്മണിക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അതെല്ലാം ഇവർ ബാൻ ചെയ്തു. യാഗം, യജ്ഞം, മൃഗബലി, മറ്റ് തരത്തിലുള്ള എല്ലാ എക്സ്പ്ലോയിറ്റേഷനും ഇവർ ബാൻ ചെയ്തു. അതോടുകൂടിയാണ് ഇവർ അൺഎംപ്ലോയിഡായി.
അൺഎംപ്ലോയ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ അന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ എല്ലാവരോടും വിരോധമായി. ഇവർ സമൂഹത്തിലെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സമൂഹത്തിലെ രാജ്യദ്രോഹികളായിട്ടായിരുന്നു പിന്നെ ഇവരുടെ റോള്, അല്ലെങ്കിൽ ആതങ്കവാദികളായിട്ടായിരുന്നു ഇവരുടെ റോള്. എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ഇത് രാജാവിനെയൊക്കെ അധിക്ഷേപിക്കാനും അല്ലെങ്കിൽ അവരെ ശപിക്കാനും ഒക്കെയായിരുന്നു ഇവർ സമയം കണ്ടെത്തിയിരുന്നത്. ബ്രാഹ്മണരുടെ നോട്ടത്തിൽ പറഞ്ഞാൽ അത് അന്ന് അധർമ്മം തന്നെയായിരുന്നു ഇത്. കാരണം അവരുടെ ജീവിതം നേരെ ചൊവ്വേ നടക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് അധർമ്മമാണ്. പക്ഷേ ഈ അധർമ്മം ഉണ്ടെങ്കിൽ പോലും അവർക്ക് മിലിറ്ററി പവറില്ല, അല്ലെങ്കിൽ ശക്തിയില്ല, അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള രാജാക്കന്മാരില്ല. എല്ലാ രാജാക്കന്മാരും ദ്രവീഡിയൻസാണ്. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ശക്തരായ പണ്ട് രാജാക്കന്മാരെ ആക്കുമ്പോഴത്തേക്കും പണ്ട് കൊന്നിട്ടുണ്ട്. ഹിരണ്യകശിപുവിനെയൊക്കെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാലം മാറി. ഇപ്പം മഹാജനപദത്തിൽ നിന്ന് ഉയർന്നു വന്ന കിങ്ഷിപ്പ്, ശരിക്കും കിങ്ഷിപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിങ്ഷിപ്പ് രാജാക്കന്മാർ വന്നതോടുകൂടി അവരുടെ മിലിറ്ററി പവർ ഭയങ്കര മിലിറ്ററി പവറായി. 4 ഹോൾ ആർമിയൊക്കെയാണ്. അതുപോലെ വാരിയർ കിങ്, ഈ ബിംബിസാരെന്നും അജാതശത്രു, മഹാഭാഗനന്ദ, ധനനന്ദ, ചന്ദ്രഗുപ്ത മൗര്യ, അശോക എന്ന് പറഞ്ഞ ആരും നിസാരന്മാരല്ല. അങ്ങനെയുള്ള രാജാക്കന്മാരെ എതിരിടാനോ അവരെ ഏതെങ്കിലും ചതിപ്രയോഗത്തിലൂടെ കീഴടക്കാനോ കൊല്ലാനോ ഒന്നും അസാധ്യമായിരുന്നു. അവരുടെ 7 അയലത്ത് പോലും ഇവർക്കാർക്കും ചെല്ലാൻ, ഈ നമ്മുടെ അവതാര പുരുഷനൊന്നും ചെല്ലാൻ സാധിക്കും. അവരുടെ ഈ മാഫിയ സംഘത്തിനൊന്നും ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അവർ അനങ്ങാതിരുന്നു, മിണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 450-500 വർഷം ഈ അവതാരങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അതൊക്കെ ലോക്കൗട്ടായിരുന്നു നമുക്ക് പറയാം. അധർമ്മികളൊക്കെ വരുന്നതോടെ അതൊക്കെ ഇവർ ശത്രുക്കൾ തന്നെയായിരുന്നു. പക്ഷേ അവരെല്ലാം അതിശക്തന്മാരായതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും ആണ് ഈ അവതാരങ്ങൾ എടുക്കാൻ പറ്റുന്നത്. അപ്പം ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും തീർത്തും പരിതാപകരമായ ആ സമയത്താണ് അവരുടെ ഇടയിൽ ഒരു ഈഗോ വളരുന്നത്. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല. ക്ഷത്രിയന്മാർക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം അവരെ ആരും രാജാവായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർ തമ്മിലുള്ള ഈഗോ, നീ കാരണമാണ്, ഞങ്ങളാണ് ഉള്ളത് കേമനെന്ന് ബ്രാഹ്മണരും, അതല്ല ഞങ്ങളാണ് കേമന്മാരെന്ന് ഈ ക്ഷത്രിയർക്കും ഉള്ളിൽ ഒരു ചെറിയ ഈഗോ അക്കാലത്ത് വളർന്നു തുടങ്ങി. ആ ഈഗോ വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയത്. അപ്പം ഈ എംപറർ അശോകയ്ക്ക് ശേഷം പിന്നെ മൗര്യ സാമ്രാജ്യത്തിൽ അത്ര ശക്തരായ അതുപോലെയുള്ള രാജാക്കന്മാർ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. മഗധയ്ക്ക് ദൂരെയുള്ള ആ സമയത്ത് അശോകൻ്റെ മരണശേഷം ഇവിടെ ചില ആൾക്കാർ തലപൊക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അതുവരെ അമർന്നിരുന്ന പല രാജാക്കന്മാരും തലപൊക്കി നാട്ടുരാജ്യങ്ങൾ സ്വന്തമായിട്ട് ഭരിക്കാൻ തുടങ്ങി. അതൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് മറ്റുള്ള അശോകന് ശേഷം വന്ന മൗര്യ രാജാക്കന്മാർക്കൊന്നും കഴിഞ്ഞില്ല. കാരണം വളരെ വിസ്തൃതിയുള്ള സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിൽ ഇതിന് ഇപ്പോൾ 100 കണക്ക് കിലോമീറ്റർ ദൂരെയുള്ള ഓരോ നാട്ടുരാജ്യത്തിലും ഓരോ പുതിയ രാജാവ് തലപൊക്കി അവിടെ ഒരു നാട്ടുരാജ്യം അവരുടെ പേര് സ്ഥാപിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെയൊന്നും പോയി ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് ഉള്ള ശക്തി അശോകനെ പോലെയുള്ള ഒരു സെൻട്രലൈസ്ഡ് ഒരു പവറൊന്നും അതിന് ശേഷം വന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും പല സ്ഥലത്തും ഇങ്ങനെ ക്ഷത്രിയന്മാരൊക്കെ നാട്ടുരാജ്യങ്ങളുണ്ടാക്കി അവരുടെ പേരിൽ അവർ ഭരണം തുടങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ BC 232-224 ആ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ദശരഥ മൗര്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ധാരാളം പുതിയ നാട്ടുരാജ്യങ്ങൾ അവിടെ വിലക്കെ പൊങ്ങി. അവർ സോവറിൻ പവർ പോയി ചെറിയ രാജ്യങ്ങളും. ഇപ്പോൾ അവരെ ക്ഷത്രിയരെ ചെറിയ രാജ്യം ഉണ്ടാക്കി ഭരണം നടത്തെങ്കിലും ബ്രാഹ്മണരും ക്ഷത്രിയരൊക്കെ വളരെ അസ്വസ്ഥരായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ക്ഷത്രിയന്മാർ രാജ്യം ഭരിക്കുകയാണെങ്കിൽ അവിടെ ഉപദേശകരായിട്ടും മന്ത്രിമാരായിട്ടും വരുന്നത് ബ്രാഹ്മണരാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ അതുവരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ക്ഷത്രിയർ അവരെ രാജാവാക്കുന്നതും അല്ലെങ്കിൽ കിരീടധാരണം നടത്തുന്നതും അവരുടെ മക്കളെ രാജാവാക്കുന്നതും അല്ലെ അതിനോടനുബന്ധിച്ച് അവിടെ നടത്തുന്ന ധാരാളം പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബ്രാഹ്മണരാണ്. അതുപോലെ യുദ്ധത്തിന് പോകുമ്പോൾ സമയത്തും അല്ലാത്ത സമയത്തും ഡെയിലി കാര്യങ്ങളെല്ലാം ഉപദേശിക്കുന്ന ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ ഞങ്ങളാണ് ആക്ച്വലി കിങ് മേക്കേഴ്സ്, ഞങ്ങളാണ് കിരീടധാരണം നടത്തുന്നത്, പൂജ ചെയ്യുന്നത്, ഞങ്ങൾ ഉപദേശിക്കുന്ന പ്രകാരമാണ് ഇവർ രാജ്യം ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളാണ് സുപ്പീരിയർ എന്ന ബ്രാഹ്മണന് തോന്നി. അപ്പോൾ ക്ഷത്രിയരുടെ ഇതാരും അങ്ങനെയല്ല, നിങ്ങൾ വെറുതെ ഉപദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ ദിവസവും ഭരണം നടത്തുന്നതും അതുപോലെ എവിടെയെങ്കിലും യുദ്ധത്തിന് പോകുന്നതും യുദ്ധത്തിന് പോയാൽ വെട്ടും കുത്തുമൊക്കെ ഏൽക്കുന്നതും അതെല്ലാം ഞങ്ങളാണ്. അപ്പം ഞങ്ങളാണ് സുപ്പീരിയർ എന്ന് ഈ ക്ഷത്രിയർക്കും തോന്നി. അങ്ങനെ ഈ ഈഗോ പതുക്കെ വളരാൻ തുടങ്ങി. ഇവർ തമ്മിലുള്ള ഈ അകൽച്ച അല്ലെങ്കിൽ ഈ ബ്രാഹ്മണരും ക്ഷത്രിയരും സുപ്പീരിയോറിറ്റി കണ്ട് ഹൂ ഈ സുപ്പീരിയർ എന്ന എൻ്റെ ഉത്തരം അതിനെ കണ്ടെത്താനായിട്ട് ഉള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത് വലിയ ഈഗോ ആയിട്ട് ഇവരുടെ ഇടയിൽ വളരുകയും ഇവർ തമ്മിൽ സമുദായപരമായ അകൽച്ച ആരംഭിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ദശരഥ മൗര്യയുടെ കാലത്താണ് ഇന്നത്തെ മധ്യപ്രദേശിലെ ഇൻഡോറിനടുത്ത് ഒരു നാട്ടുരാജ്യമുണ്ട്, ഹയ്യ എന്ന് പറയുന്ന നാട്ടുരാജ്യം. അവിടുത്തെ കിങ് ഒരു ക്ഷത്രിയനായിരുന്നു, കാർത്തൈവ്യ എന്ന് പറഞ്ഞത്. അയാൾ ഒരു ദിവസം രാവിലെ ഒരു യുദ്ധത്തിന് പോയി, കുറേ പടയാളികളൊക്കെ കൊണ്ട് കുതിരപ്പുറത്ത് യുദ്ധത്തിന് പോയി. അവിടെ ചെന്നിട്ട്
പട്ടിച്ചന്തയ്ക്ക് പോയി അവിടെ പോയി അടിയെല്ലാം കൊണ്ട് കുറേ ആൾക്കാർ മരിക്കുകയും ചെയ്തു. അതുപോലെ ഈ കുതിരകളെല്ലാം നഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരിക, ഒന്നും കിട്ടിയില്ല, അടിയും കൊണ്ട് ഒന്നും കഴിക്കാതെ എല്ലാം തിരിച്ചു വന്നു. ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ ഈ മധ്യപ്രദേശിലെ ഈ പറയുന്ന ഇൻഡോറിനടുത്തുള്ള ഈ സ്ഥലത്തെത്തി. അത് ആ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം മേഹു എന്ന് പറഞ്ഞ സ്ഥലമാണ്. മേഹു ജനപ്പാവ് കുടി എന്ന്, ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് ജനപ്പാവ് കുടി എന്നാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു നല്ല പുഴ കണ്ടു, നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം കണ്ടു. അതും കുറച്ച് കുടിച്ചിട്ട് അവിടെ ഒരു മരത്തണൽ അവിടെ ഇങ്ങനെ വിശ്രമിച്ചു. അവിടെ പുല്ലൊക്കെ ഉണ്ടായിരുന്നുണ്ട്, കൂടെ ഉണ്ട് കുതിരകളും പുല്ലെല്ലാം തിന്നു, വളരെ ആർത്തിയോടെ പുല്ലൊക്കെ തിന്നു. അവിടെ കുറച്ച് നേരം വിശ്രമിക്കാൻ അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിലൊരുത്തൻ കണ്ടു, കുറേ ദൂരെ ഒരു ആശ്രമം പോലെ ഒരു ചെറിയ കുടിൽ കണ്ടു. നമുക്ക് അവിടെ പോയി നോക്കി എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഉടനെ ഇവർ വലിഞ്ഞു എല്ലാം പതുക്കെ നടന്ന് ആ കുടിലിൻ്റെ അടുത്തെത്തി. ആ കുടിലിനടുത്തപ്പോഴത്തേക്ക് അവിടെ ഒരു വയസ്സിനായിരുന്നു. ആ വയസ്സിനെ ഇവരെ കണ്ടു ഇവരുടെ ദയനീയ സ്ഥിതി, അല്ലെങ്കിൽ ആഹാരം കഴിച്ചിട്ട് മണിക്കൂറുകളായി, അല്ലെങ്കിൽ അലഞ്ഞ് വരുന്ന ഇവരുടെ ആ സ്ഥിതി കണ്ടിട്ട് ആ മനുഷ്യൻ വരൂ എന്ന് പറഞ്ഞ് ഇവരെ സ്വീകരിച്ച് ആ കുടിലിൻ്റെ തിണ്ണയിലൊക്കെ ഇരുത്തിയിട്ട് ഭാര്യയോട് പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും വേഗം കൊടുക്കാൻ പറഞ്ഞു. അപ്പം പെട്ടെന്ന് കൊടുക്കാനായിട്ട് അവിടെ ധാരാളം വാഴപ്പഴങ്ങളും അതുപോലെ പേരയ്ക്ക അതുപോലെ പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരത് സാരെല്ലാം ഇവരുടെ മുമ്പിൽ കൊണ്ടുവച്ചു. ഇവരിൽ 10-15 പേരുണ്ടായിരുന്നു. അവരെല്ലാം അത് ആർത്തിയോടെ കഴിച്ചു. പെട്ടെന്ന് തന്നെ അവർ പാല് ഇവർക്ക് കൊടുത്തു. വലിയ ഗ്ലാസ് പോലുള്ള വലിയ എല്ലാവർക്കും പാലും കൊടുത്തു. അതെല്ലാം കുടിച്ചപ്പോൾ ഇതും ചെന്നപ്പോഴത്തേക്ക് അവരുടെ ക്ഷീണമൊക്കെ മാറി. അവരവിടെ ഇങ്ങനെ കാറ്റെല്ലാം കൊണ്ടുപോയിരുന്നു. അപ്പോഴത്തേക്കും ഈ രാജാവായിട്ടുള്ള ഈ കാർത്തവ്യർ വിചാരിച്ചു ഇത്രയും പേർക്ക് പാല് കൊടുക്കാനായിട്ട് ഇത്രയും പാൽ എവിടെ ഇരുന്നു, ഇവിടെ ഒരു പശുവിനെ കാണുന്നില്ല, കുറച്ച് മാറി ഒരു ചെറിയൊരു തൊഴുത്ത് കാണുന്നുണ്ട്. ആ ചെറിയൊരു തൊഴുത്താണ്. ഇവന് എങ്ങനെ ഇത്രയും പേർക്ക് പാല് തന്നെന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ ആലോചിച്ച് വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കും ഒരു പശുവിൻ്റെ കരച്ചിൽ കിട്ടും. അപ്പോഴത്തേക്ക് ഈ വയസ്സൻ്റെ ഭാര്യ പോയി ഒരു പശുവിനെ അഴിച്ചിട്ട് ദൂരെ സ്ഥലത്തേക്ക് മാറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പശുവിനെ കണ്ടപ്പോഴത്തേക്കാണ് ഇവർക്ക് കാര്യം മനസ്സിലായത്. കാർത്തികയിൽ നോക്കിയപ്പോൾ ആ പശു ഒരു വലിയ പശുവാണ്. ആ പശുവിൻ്റെ അകിട് വലിയ അകിട്. അപ്പോൾ മനസ്സിലായി അതിനൊരു 10-20 ലിറ്റർ പാല് കൊള്ളുന്ന അതുപോലെ ആയിട്ടുള്ളൊരു പശുവാണ്. അപ്പോൾ ഇതാണ് കാരണം. ഈ ഒരു പശുവിനെയും കൊണ്ടായിരിക്കും ഇത്രയും പേർക്ക് ഈ പാല് തരാനുള്ള കാരണമുണ്ട്. അപ്പോൾ ഇയാൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒരു കെട്ട ദിവസമാണ്. രാവിലെ പോയി അടിയും കൊണ്ട് കുറേ ആൾക്കാർ മരിച്ചുപോയി, അവർ തിരിച്ചു വന്നില്ല. കുറേ കുതിരയുണ്ടായിരുന്നു, അതും ചത്തുപോയി, അതിനെയും കൊടുത്തുകൊണ്ട് വന്നില്ല, പോയിട്ടൊന്നും കിട്ടിയില്ല, ആകെ നഷ്ടമാണ്. എന്നാൽ ഈ പശുവിനെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഈ പശുവിനെ കിട്ടുവാണെങ്കിൽ വലിയ ഇതായിരിക്കും സംഭവമായിരിക്കും. ഇനി ഈ പശുവിനെ എങ്ങനെയും കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അയാളുടെ മനസ്സിൽ തോന്നി. അയാൾ ഈ വയസ്സിനോട് പറഞ്ഞു ഞാൻ ആരാന്നറിയാമല്ലോ, ഞാൻ ഹയ്യ രാജ്യത്തിലെ രാജാവ് കാർത്തികവീരാണ്, എനിക്ക് ഈ പശുവിനെ വേണം, ഞാനതിനെ മോഹിച്ചു വന്നു. അയ്യോ എൻ്റെ കുഞ്ഞെ, ഈ പശുവിനെ തരാൻ പറ്റില്ല, ഈ ഒരു പശുവിനെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എനിക്ക് 3 ആൺമക്കളുണ്ട്, പക്ഷേ 3നെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവന്മാർ ചിലപ്പം വരും, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെ അവന്മാർ പോകും, ഒരു പ്രയോജനമില്ല. ഈ പശുവിൻ്റെ കിട്ടുന്ന പാലും അതുപോലെ ഇവിടെ കിട്ടുന്ന ചെറിയ ഈ പഴങ്ങളും ധാന്യങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അതുകൊണ്ട് ഇത് മാത്രം ചോദിക്കരുതെന്ന് പറഞ്ഞു. അതല്ല, അഴിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. തടസ്സം പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഉടനെ വയസ്സിനെ ഉന്തിയിട്ടു. അയാൾ വന്ന് വീണത് തന്നെ അവരുടെ ആ ഒരു കുടിലിൻ്റെ ഒരു കാലിൽ പോയി വീണു. ആ കാല് തന്നെ തെറിച്ചു പോയി, ആ കുടിലൊരു വശത്തേക്ക് ചെരിഞ്ഞു പോയി. അവർ കരഞ്ഞു, ഭാര്യയും ഭർത്താവും കരഞ്ഞു. ഉടനെ ഈ കാർത്തികവീര പറഞ്ഞു കൂടെയുള്ള ആൾക്കാർ നീ പോയി പശുവിനെ കുട്ടിയെ അഴിച്ചുകൊണ്ട് വരാൻ പോകുന്നു. അവർ പോയി പശുവിനെയും കുട്ടിയെ അഴിച്ചുകൊണ്ട് നേരെ വന്ന വഴിയോട് തിരിച്ചു പോയി. ഈ വയസ്സിനും ധാരാളം അവരെ ഒത്തിരി കരഞ്ഞു പറഞ്ഞിട്ടും തടസ്സം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ പശുവിനെ അഴിച്ചുകൊണ്ട് പോയി. ആ പശുവിനെ അഴിച്ചുകൊണ്ട് പോയി നോക്കി അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അവർ പിന്നെ വെള്ളം കുടിക്കാൻ മറന്നുപോയി, ആഹാരം കഴിക്കാൻ മറന്നുപോയി. അങ്ങനെ അവർ വൈകുന്നേരം വരെ കരഞ്ഞുകൊണ്ടെങ്കിലും ഇരുന്നു. കാർത്തികവീര പശുവിനെ കൊണ്ടുപോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും സന്ധ്യ ആയപ്പോഴത്തേക്കും ഇളയ മകൻ വന്നു. ഇളയ മകൻ്റെ പേര് രാമൻ എന്നാണ്. പുള്ളി ഒരു ചെറിയ തോർത്തുമുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് തോളയിലൊരു മഴുവൊക്കെ പിടിച്ചുകൊണ്ട് എപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പുള്ളിയെ പരശുരാമൻ എന്നാണ് വിളിക്കുന്നത്. പരശുരാമൻ അയാളാണ്, ഇളയ മകനാണ്. അയാൾ ചോദിച്ചു എന്തായിരുന്നു അവരുടെ മോഹൻ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞതുപോലെ ഒരു ഹയ്യായിലെ രാജാവ് ഇതിലൂടെ വന്നായിരുന്നു, അയാൾക്ക് ഞങ്ങൾ വിശന്ന് തളർന്ന വന്നപ്പോഴത്തേക്ക് അയാൾക്ക് പാലും അതുപോലെ പഴങ്ങളൊക്കെ കൊടുത്തു. അതെല്ലാം കഴിച്ചു പോയപ്പോൾ നമ്മുടെ പശുവിനെ കണ്ടു, പശുവിനെ അഴിച്ചുകൊണ്ട് പോയി. ഞാൻ എന്നെ തടസ്സം പിടിച്ചൊന്നും സമ്മതിച്ചില്ല, എന്നെ ഉരുട്ടിയിട്ടു, തള്ളിയിട്ടു, പശുവിനെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞാനറിയും, ഇയാളറിയും, പരശുരാമൻ അറിയുള്ളൂ. കാരണം ഈ പരശുരാമൻ പണ്ട് ഇതുപോലെ ഒരു ക്ഷത്രിയരാജാവിൻ്റെ കൂടെ ജോലി ചെയ്തതാണ്. ആ ക്ഷത്രിയരാജാവിൻ്റെ കൂടെ നിന്ന് ടാക്സി പിരിക്കുകയൊക്കെ ആയിരുന്നു പരശുരാമൻ്റെ പണി. ടാക്സി പിരിച്ചാൽ അതിന് രാജാവിന് കൊണ്ട് കൊടുക്കത്തില്ല, അതൊക്കെ വെള്ളം അടിച്ചും പല തരത്തിലൊക്കെ ഇങ്ങനെ അത് നശിപ്പിക്കും. രാജാവ് ചോദിക്കുമ്പോഴേക്കും ഒന്നും ടാക്സി കിട്ടിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ അധപതനമായി, അങ്ങനെ തന്നെ രാജ്യം തന്നെ ഇല്ലാതായി. അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈടെ അറിയും, ഈ കാർത്തികവീരനെ അറിയും. ശരി ഞാൻ പോകാം. അപ്പോഴത്തേക്ക്
അച്ഛൻ ജമദഗ്നി എന്നയാളുടെ പേര്. അയാൾ പറഞ്ഞു, നീ അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കേണ്ട, പശുവിനെ കിട്ടുമെങ്കിൽ കൊണ്ടുവന്നാൽ മതി, അവിടെ പോയി ആരും വെട്ടും കുത്തും അടി. അപ്പോൾ പുള്ളിയുടെ ഇപ്പോഴത്തെ പരിപാടി ഇത് വെട്ടും കുത്തുമാണ്. ബ്രാഹ്മണർക്ക് വേണ്ടി വാദിക്കുക, ബ്രാഹ്മണർക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും അടിപിടി കേസിലൊക്കെ പോയി അവർക്ക് വേണ്ടി അടിപിടി ഉണ്ടാക്കുക, വെട്ടേണ്ടവരെ വെട്ടുക, കുത്തേണ്ടവരെ കുത്തുക, കൊല്ലേണ്ടവരെ കൊല്ലുക. അതുപോലെ അവർക്ക് വേണ്ടി വാദിച്ച് അവരെ വിജയിപ്പിക്കാൻ വേണ്ടി. അപ്പം ബ്രാഹ്മണർ എന്തെങ്കിലുമൊക്കെ പുള്ളിക്ക് കൂട്ടും കമ്മീഷനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണ്ടയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ മാഫിയ തലവനാണ്. അങ്ങനെ അതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ പണി. പുള്ളി മഴുവും കൊണ്ട് വന്ന പോലെ ഇറങ്ങിപ്പോയി. അപ്പം രാത്രിയിലോ എപ്പോഴെങ്കിലും ഈ പശുവിനെയും കൊണ്ട് തിരിച്ചു വരും എന്ന് വിചാരിച്ച് ഈ ജമദഗ്നിയും ഭാര്യയൊക്കെ നോക്കിയിരുന്നു, ഉറങ്ങാതെ നോക്കിയിരുന്നു. ഇയാൾ അവിടെ പോയി. ഇയാൾ നടന്ന് കുറച്ച് ദൂരമാണ്. ഇയാൾ നടന്ന് രാത്രി അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ഹയ്യായ രാജ്യത്ത് ചെന്നപ്പോഴത്തേക്കും രാത്രിയിൽ ആഹാരമെല്ലാം കഴിച്ചിട്ട് ഉറങ്ങാനുള്ള പരിപാടി. അപ്പോൾ ചേട്ടനും അനിയനും കൂടെ അവിടെ നിന്ന് കാർത്തവീരും അദ്ദേഹത്തിൻ്റെ ബ്രദറും ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്താണ് അവർ ചെന്നു. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ കണ്ട ഒരു തോർത്തുമുണ്ട് പോലെ ഒരു മുട്ടിന് പോലെ എടുത്ത് താടിയൊക്കെ വളർത്തി ഇവിടെ ഒരു മഴുവൊന്നും കാണത്തില്ല ഈ താടിയുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ വന്നിട്ട് ആരാ കാർത്തവീർ രാജാവ് എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആരോ പറഞ്ഞാൽ അവിടെ ഇരിക്കും രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞാൽ അതാന്ന് പറഞ്ഞു. ഈ പുള്ളിയങ്ങ് നേരെ പോയി അവിടെ ചെന്നത് ആരുടെ കാർത്തവീർ ചോദിച്ചപ്പോഴത്തേക്കും ഞാനാന്ന് പറഞ്ഞു. ഉടനെ ആ തോളത്തുനിന്ന് മഴുവ് എടുത്ത് ഒറ്റ വെട്ട്. മറ്റേ ആളെയും വെട്ടി. ആദ്യത്തെ വെട്ട് ഭയങ്കര വെട്ടായിരുന്നു. അതുകൊണ്ട് ആ വെട്ടോട് കൂടി തന്നെ കഴുത്ത് മുറിഞ്ഞ് അയാൾ താഴെ വീണു. മറ്റേവനോട്ടും വെട്ടി, പക്ഷേ അയാൾ അത്ര ഇതായില്ല. അയാൾ ഒഴിഞ്ഞു മാറി, എന്നാലും വെട്ടുകൊണ്ടു. അപ്പോൾ ഈ സമയം ഒച്ചയും ബഹളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഉടനെ അവിടെയുള്ള കൊട്ടാരം എന്ന് പറഞ്ഞാൽ അതൊക്കെ കുടിൽ പോലുള്ള കൊട്ടാരങ്ങളാണ് അന്നൊക്കെ. അവരെല്ലാം അവിടെ നിന്ന് കട്ടയും തടിയും കല്ലും ഒക്കെ വെച്ച് ഇയാളെ എറിയാൻ തുടങ്ങി. ഏറ് ഭയങ്കര പലവശത്തു ആയപ്പോഴത്തേക്കും അയാൾ ഓടാൻ തുടങ്ങി. കാരണം തലയ്ക്ക് ഏറി കിട്ടിയാൽ താഴെ വീണാൽ പിന്നെ വീണ് പോകും. അതുകൊണ്ട് തലയ്ക്ക് ഏറി കിട്ടാതെ അയാൾ തല സൂക്ഷിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാം ഏറി കിട്ടി. അയാൾ ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് അയാൾ അവിടെ നിന്ന് പോയി. എന്നാൽ അയാൾ വീട്ടിൽ വന്നില്ല. അപ്പം വീട്ടിൽ അച്ഛനും അമ്മയും നോക്കിയിരിക്കുക. ഇയാൾ പശുവിനെയും കൊണ്ട് വരും, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പം വരും, അല്ലെങ്കിൽ നേരം വെളുത്തിട്ട് വരും. ഇത്രയും ദൂരം വരെ പോയതല്ലേ. പക്ഷേ അയാൾ വന്നില്ല. അയാൾ എവിടെയോ പോയി. അപ്പം ഈ കാർത്തവീറിനെ വെട്ടിക്കൊന്നു. അയാളുടെ ചേട്ടനും വെട്ടേറ്റു. അയാൾ മരിച്ചില്ല. പിറ്റേന്ന് ഈ വയസ്സൊക്കെ വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും ഈ കാർത്തവീരൻ്റെ വീട്ടിൽ ഈ മരിച്ചയാളെ അവർ ശവമൊക്കെ അടക്കിയതിന് ശേഷം ഈ കാർത്തവീരൻ്റെ മകനും കാർത്തവീരൻ്റെ അതുപോലെ അനന്തരവനും അതുപോലെ ഈ മറ്റേ ചേട്ടൻ്റെ മക്കളും അങ്ങനെ കുറേ ഒരു സംഘം അതുപോലെ വലിയ വാളും കുന്തോലും എടുത്തുകൊണ്ട് ഈ പരശുരാമൻ്റെ വീട്ടിലേക്ക് വന്നു. ഉച്ച കഴിഞ്ഞ സമയത്ത് ഇന്നലെ അവർ വന്ന അതേ സമയത്ത് എന്നെ വന്നു. ഇവിടെ വന്നു നോക്കുക, പരശുരാമൻ ഇവിടെ ഇല്ല. പരശുരാമനെ കണ്ടു. ഈ വയസ്സിനെ പിടിച്ച് വെട്ടി. തടസ്സം പിടിക്കാൻ ഭാര്യയെ അവരെയൊന്നും ചെയ്തില്ല. അവരൊക്കെ ചവിട്ടി ദൂരെ തെറിപ്പിച്ചു. ആ വീട് മുഴുവൻ തീയിട്ടു, തൊഴുത്ത് തീയിട്ടു. എന്ന് വേണ്ട അവരുടെ അവിടെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ വെട്ടി നശിപ്പിച്ചും തീയിട്ടും നശിപ്പിച്ചു. ഒന്നുമില്ല, വെറും ചാരമം മാത്രമായി. ആ വയസ്സിനെ വിട്ടു. ആ സ്ത്രീ അവിടെ ദൂരെ ഒരു കല്ലിൻ്റെ അടുത്ത് അവിടെ പോയിരുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നു നിലവിളിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ അവരവിടെ ഇരുന്നു. ഇവർ തിരിച്ചു പോയി. അന്നും സന്ധ്യയായപ്പം പിന്നെയും പരശുരാമൻ വീണ്ടും വന്നു. അപ്പോഴത്തേക്കും പശുവൊന്നുമില്ല. തള്ള കണ്ടു നോക്കിയപ്പോൾ പരശുവൊന്നും കയ്യിലില്ല. അപ്പം മോശം. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇരുന്ന് കരയുമ്പോഴത്തേക്കും അവൻ ചോദിച്ചു എന്ത് പറ്റി. അതുപോലെ ഇന്നലത്തെ ആൾക്കാർ വീണ്ടും വന്നു. അവർ ഞങ്ങൾ വീട് മുഴുവൻ കത്തിച്ചു, വീടിലിപ്പം കൃഷിയെല്ലാം നശിപ്പിച്ചു, അത് നശിപ്പിച്ചു, അച്ഛനെ വെട്ടി. ഞാൻ എണ്ണി നോക്കി 21 വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മൂത്ത 2 മക്കൾ അവരും വന്നു. പരശുരാമൻ്റെ ചേട്ടന്മാർ അവരും വന്നു. എല്ലാവരും വന്നു. ഈയുടെ ശവമൊക്കെ മറവ് ചെയ്തു. മറവ് ചെയ്തപ്പോഴത്തേക്ക് ഈ പരശുരാമൻ ഉടനെ അവിടെയൊക്കെ ഇങ്ങനെ പഠിക്കാം, ഞാൻ ഈ ക്ഷത്രിയകുലം മുഴുവൻ നശിപ്പിക്കും, അല്ലെങ്കിൽ നശിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ. ഞാൻ 21 റൗണ്ട് അവരെ 21 വെട്ടിവിട്ടിരുന്ന 21 റൗണ്ട് അവരെ നശിപ്പിച്ചിട്ടേ തിരിച്ചു വരൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ പരശുരാമൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങ് ഒരു പോക്ക് പോയി. ഇയാൾ പോയിട്ട് എന്നാൽ നേരെ ഈ കാർത്തവീരൻ്റെ അങ്ങോട്ട് പോയില്ല. കാരണം അവരവിടെ നോക്കിയിട്ട് പോയില്ല. ഇയാൾ വരുന്നു വന്ന പിടിക്കാനായിട്ട് അങ്ങോട്ട് പോയില്ല. വേറെ വഴിക്ക് അവിടെ പോയി അവിടെ കണ്ണി കണ്ട മറ്റു പല ഇതൊന്നും അറിയാത്ത പാവം പിടിച്ച ചില ക്ഷത്രിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെയെല്ലാം കൊന്നു. അവരോടൊക്കെ പറഞ്ഞു ഞാൻ ഇന്ന പോലെ ചെയ്യും, അതുപോലെ ചെയ്യുന്നൊക്കെ വരും. ഇത് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അപ്പോഴത്തേക്കും ക്ഷത്രിയന്മാർ ഈ വിവരങ്ങൾ അറിഞ്ഞു. എന്തിനോ വേണ്ടി ഒരു വട്ടൻ ഇതുപോലെ ക്ഷത്രിയന്മാരെ കൊല്ലാൻ നടക്കുന്നുണ്ട്, അവൻ എന്തോ വൈരാഗ്യമുണ്ട്. അപ്പോഴത്തേക്കും വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇതുപോലെ കാർത്തവീരനെ വെട്ടിക്കൊന്നതും പരശുരാമൻ അവിടെ വന്നത് കാര്യവും എല്ലാം അറിഞ്ഞു. അപ്പോഴത്തേക്കും ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവനെ ഉടനെ തട്ടിക്കളയാം. അപ്പോൾ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ
ക്ഷത്രിയർ ഈ മെസ്സേജ് എല്ലായിടവും പാസ് ചെയ്തു. അങ്ങനെ മെസ്സേജ് എല്ലാം പാസ് ചെയ്തപ്പോഴത്തേക്ക് എവിടെ കണ്ടാലും അവളെ മനസ്സിലായി ഇനിയിപ്പോൾ രക്ഷയില്ല, ഇതിൽ പോയാലും ക്ഷത്രിയന്മാർ എവിടെയെങ്കിലും ഓടിച്ചിട്ട് പിടിക്കും. അങ്ങനെ അവസ്ഥ വന്നപ്പോഴത്തേക്ക് അയാൾ നേരെ വടക്കോട്ട് പോയി. നേരെ വടക്കോട്ട് നടന്ന് അയാൾ കാശ്മീർ വരെ ചെന്നു. കാശ്മീർ വരെ ചെന്നപ്പോഴത്തേക്കും അവിടെ ചെന്നു. അവിടെ കണ്ട് ഇതൊന്നും അറിയാത്ത, ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിയാത്ത അവിടെയും ചില ക്ഷത്രിയന്മാർക്ക് രാജ്യം ഭരിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചന്ദ്രാസൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. അയാളെ കൊന്നു. അയാളുടെ അച്ഛനുണ്ടായിരുന്നു സഹസ്രാജൻ എന്ന് പറഞ്ഞു, അയാളെയും കൊന്നു. അപ്പോഴത്തേക്കും ഈ ചന്ദ്രാസൻ്റെ ഭാര്യ അന്ന് ഗർഭിണിയായിരുന്നു. ഈ ചന്ദ്രാസൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അവരെ കൊല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ കൊട്ടാരത്തിൽ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ ബ്രാഹ്മണനായിരുന്നു, ദലബയ്യാസ എന്ന് പറഞ്ഞു. അയാൾ പരശുരാമൻ്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഇവരെ കൊല്ലരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം അന്നേരം എന്തോ ഈ ഒരു മനസ്സിനൊരു ചേഞ്ച് ഉണ്ടായി. അയാൾ പറഞ്ഞു, ശരി, ഞാൻ ഇവരെ കൊല്ലത്തില്ല. അപ്പോൾ പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്തോ പറഞ്ഞു, ഇവർക്കുണ്ടാകുന്ന മകൻ അവനെ ഒരിക്കലും രാജാവാക്കരുത്. ഇവർക്കുണ്ടാകുന്ന ക്ഷത്രിയൻ അത് ഒരിക്കലും രാജാവാക്കരുത്. അങ്ങനെ ഇല്ല എന്ന് എനിക്ക് ഉറപ്പ് തരുകയാണെങ്കിൽ ഞാൻ കൊല്ലത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പേന കൊണ്ട് അല്ലെങ്കിൽ എഴുതി ജീവിക്കണം, എന്തെങ്കിലുമൊക്കെ എഴുതി നിങ്ങൾ ജീവിക്കാമോ, ഒരിക്കലും വാളുകൊണ്ട് ജീവിക്കരുതെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. ഞങ്ങളുടെ മകനെ, ഈ ഉണ്ടാകുന്ന മകനെ, ഇപ്പം ഗർഭത്തിലിരിക്കുന്ന ഈ മകനോ മകളോ അവരുണ്ട്, അവരെ നിങ്ങൾ രാജാവാക്കില്ല. അവരെ ഞങ്ങൾ എഴുതുന്ന ആ പേന കൊണ്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം, ഒരിക്കലും രാജാവാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അവരെ കൊന്നില്ല. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും ഷൂട്ട് ആൻഡ് സൈറ്റ് അവിടേക്കുള്ള അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ട്. ക്ഷത്രിയന്മാർ കൂട്ടമായിട്ട് അമ്പും വില്ലും വാളും കുന്തമൊക്കെ ആയിട്ട് പരശുരാമൻ അന്വേഷിച്ച ആ ഭാഗത്തെല്ലാം വന്നു. അപ്പോൾ പിന്നെ അവിടെ ഒന്നും നെൽക്കക്കളി ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഈ പരശുരാമൻ അവിടുന്ന് പിന്നെ പോയി. അയാൾ പിന്നെ അവിടുന്ന് നേരെ തെക്കോട്ട് പോകാൻ തുടങ്ങി. അയാളപ്പോഴത്തേക്കും പോകുന്ന വഴികൾ മൈതാനത്തൂടെ അല്ല റോഡ് പോലെയുള്ള നടപ്പാതകളൊന്നും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒഴുകുന്ന പുഴയുടെ തീരത്തൂടെയും ഒഴുകുന്ന പുഴയുടെ അകത്ത് നീന്തിയും അതിൻ്റെ തീരത്തൂടെ അങ്ങ് നടന്നു. അങ്ങനെ നടന്ന് വടക്കുന്ന് അങ്ങ് നടന്ന് അയാൾ വളരെ ദിവസവും ആഴ്ചകളെടുത്ത് അയാൾ തമിഴകത്തെത്തി. ഈ പുഴയുടെ തീരത്തൂടെ തന്നെ നടന്ന് അയാൾ തമിഴകത്തെത്തി. അപ്പോഴത്തേക്ക് ഈ സമയത്ത് അയാൾ തമിഴകത്ത് വന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ രാജാ ചന്ദ്രാസൻ്റെ ഭാര്യ അവരെ പ്രസവിച്ചപ്പോഴത്തേക്കും ഒരു കുട്ടിയുണ്ട്, അത് ആൺകുട്ടി തന്നെയായിരുന്നു. അപ്പോൾ ഈ രാജാ ചന്ദ്രാസൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു ശൂദ്രസ്ത്രീയാണ്. ശൂദ്രസ്ത്രീ ആയപ്പോഴത്തേക്കും അവർ ഈ ക്ഷത്രിയന് ശൂദ്രസ്ത്രീയിൽ മക്കളുണ്ടാകുവാണ്. അത് ക്ഷത്രിയനായിരിക്കില്ല, അതിനെ കായസ്ഥ എന്ന് പറയും. അങ്ങനെ കായസ്ഥ അന്ന് തൊട്ടാണ് കായസ്ഥ എന്ന് പറയുന്ന പുതിയൊരു സമൂഹം ഉണ്ടായി. ഈ മകനുണ്ടായി, അതിന് കായസ്ഥ എന്ന് പേരിട്ടു. ഈ കായസ്ഥ ഈ രാജാവിനെ അവരെല്ലാം പ്രഭു എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ചന്ദ്രാസൻ പ്രഭു എന്നാണ്, അത്രയ്ക്ക് ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ പേര് പിന്നെ അവരുടെ ആ സമൂഹത്തിൻ്റെ തന്നെ പേര് ഇങ്ങനെയാണ് വന്നത്, ചന്ദ്രാസൻ കായസ്ഥ പ്രഭു. ചന്ദ്രാസൻ കായസ്ഥ പ്രഭു എന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളെയും പിന്നെ ആ സമൂഹം മൂലം ഇങ്ങനെയാണ് CKP. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ മഹാരാഷ്ട്രയിൽ ആ പ്രദേശത്ത് ഗുജറാത്തിലെ ഭാഗത്തൊക്കെ CKP എന്ന് പറയുന്ന ബാങ്ക് ഉണ്ടായിരുന്നു. അത് ഇവരുടെയായിരുന്നു, ഈ കായസ്ഥ ഈ സമൂഹത്തിൻ്റെ ആയിരുന്നു CKP. ഇപ്പോൾ ആ ബാങ്കില്ല, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഈ ക്ഷത്രിയന് ശൂദ്രസ്ത്രീയിലുണ്ടായ മക്കളെയാണ് കായസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാഗത്തെ ബ്രാഹ്മണർക്ക് നന്നായിട്ട് അറിയാതെ അന്നോട്ട് ഈ പരശുരാമൻ്റെ ആ കാലം തൊട്ടാണ് അങ്ങനെ ഉണ്ടായത്. അതിനുശേഷം പിന്നെ ആ രാജവംശം 6-7 നൂറ്റാണ്ടിലൊക്കെ കാശ്മീരൊക്കെ വിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കൊങ്കൺ പ്രദേശത്തൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ CKPയിലുള്ള അവർ ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പം ഈ ബ്രാഹ്മണർക്ക് അവരെ വീണ്ടും ഇഷ്ടമല്ല. കാരണം ഈ ക്ഷത്രിയന് ശൂദ്രസ്ത്രീയിലുണ്ടാകുന്ന മക്കളാണ് കായസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം, അവർക്കറിയാം. അതുകൊണ്ട് അവരിലുള്ള പ്രഗത്ഭരായ ധാരാളം ആൾക്കാരും പിന്നെ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അവരെയൊന്നും ഈ ബ്രാഹ്മണർക്ക് അത്ര വലിയ മതിപ്പില്ല. അതിലെ ചില ആൾക്കാരാണ് ടാഗോറിന് ഒരിക്കലും ബ്രാഹ്മണന്മാർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ്, അതും കായസ്ഥയായിരുന്നു. ആ സമൂഹത്തിലുണ്ടായത് അല്ലെങ്കിൽ ആ വംശത്തിലുണ്ടായതാണ്. അതുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിനോട് ഇവർക്ക് വംശീയമായ വെറുപ്പുണ്ടാകാൻ കാരണം ഇതാണ്. അതുപോലെ മറ്റുള്ള ഹരിവംശറായ് ബച്ചൻ, അമിതാഭ് ബച്ചൻ്റെ അച്ഛൻ, അമിതാഭ് ബച്ചൻ്റെ അച്ഛനും ഈ കായസ്ഥയിലുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടും വലിയ ഇതൊന്നുമില്ലായിരുന്നു. അതുപോലെ അമിതാഭ് ബച്ചനും അത് തന്നെയാണ്, കായസ്ഥയാണ്. അപ്പോൾ ഈ അമിതാഭ് ബച്ചനോടും ഇവർക്ക് വംശീയമായി ഏർപ്പെടാൻ കാരണം ഇതാണ്, കായസ്ഥയാണ്. പിന്നെയുള്ളത് ബാൽ താക്കറെ കുടുംബം, ഇതെല്ലാം. അപ്പം ഇവരെല്ലാം കായസ്ഥ. പിന്നെ ഈ ഗുപ്ത എന്നൊക്കെ പറഞ്ഞ് വേറെ അതുപോലെ ധാരാളം ഉപജാതികൾ നിർത്തും. അപ്പോൾ കായസ്ഥ ആൾക്കാരോട് ബ്രാഹ്മണർക്ക് വെറുപ്പുണ്ടാകാനുള്ള കാരണം ഇതാണ്, ഈ വംശീയതയാണ്, അത് മറ്റൊന്നുമില്ല. സുഭാഷ് ചന്ദ്രബോസിനെ ഒരിക്കലും ഇവർ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ടാഗോറിനെ, അതുപോലെ തന്നെ ഹരിവംശറായ് ബച്ചൻ, അങ്ങനെ ആ ലിസ്റ്റ് ഒത്തിരി ആൾക്കാരുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. അപ്പം
ഈ പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം ഈ പരശുരാമൻ നേരെ ഈ പുഴയുടെ തീരത്തോടെല്ലാം നടന്നു വന്ന് തമിഴകത്ത് അടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഈ പരശുരാമൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് 100 വർഷം മുമ്പ് തന്നെ ഇവിടെ തമിഴകത്ത് ബ്രാഹ്മണർ എത്തിയിട്ടുണ്ടായിരുന്നു. പണ്ട് മഹാപദ്മനന്ദ ഓടിച്ചു വിട്ടത് അങ്ങനെ ഇവിടെ വന്നു. പക്ഷേ അന്ന് പരശുരാമൻ തമിഴകത്ത് വന്നപ്പോഴത്തേക്കും അവിടെ കാണുന്ന 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ലാപ്പിലായിരുന്നത്. ആ സമയത്ത് അവിടെ നഗരവൽക്കരണം നടക്കുകയാണ്. കൃഷിപ്പണി, തൊഴിൽശാലകൾ, വിഹാരങ്ങൾ, കോയിലുകൾ, ജൈനമഠങ്ങൾ ഇതൊക്കെ നോക്കിയപ്പോഴും ഇത് ബുദ്ധമതക്കാരും ജൈനമതക്കാരും ഭയങ്കര ബിസിയാണ്. അവർ കോയിലുണ്ടാക്കുന്നു, വിഹാരങ്ങളുണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളുടെ ഫൗണ്ടേഷൻ അവർ അന്ന് അവിടെ ഉണ്ടാക്കുന്നു. അതുപോലെ അവർക്കെല്ലാം തൊഴിലുണ്ട്, അവർ തൊഴിൽശാലകളിൽ ജോലിയെടുക്കുന്നു, കൃഷിപ്പണി ചെയ്യുന്നു, എല്ലാവരും വിഹാരത്തിൽ പോയി എഡ്യൂക്കേഷൻ നേടുന്നു. ഇന്ന് വേണ്ട ആകപ്പാടെ ബിസിയാണ്, എല്ലാവരും തൊഴിൽ ചെയ്യുന്നു, എല്ലാവർക്കും മറ്റൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ബ്രാഹ്മണരുടെ കഥ എങ്ങനെയാണ്? ബ്രാഹ്മണർ ഏതാണ്ട് 100 വർഷം മുമ്പ് തന്നെ അവിടെ എത്തിയിട്ട് പോലും അവർ തെണ്ടുകളായിട്ട് ഭിക്ഷയച്ച് നടക്കുന്നൊരവസ്ഥയാണ് വരുന്നത്. അവരെ ആരും ഒന്നിനും വിളിക്കുന്നില്ല. അന്നത്തെ ദ്രവിഡിയൻസ് ആർക്കാർക്കും ഈ ഇവർ പറയുന്ന പോലുള്ള അന്ധവിശ്വാസങ്ങളോ അതിനൊന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇവരുടെ പൂജ യാഗത്തിനൊന്നും അവരുടെ മാർക്കറ്റില്ലായിരുന്നു. അങ്ങനെ വളരെ അരക്ഷിതാവസ്ഥയിൽ ജീവിച്ച് ഈ ബ്രാഹ്മണരുടെ ഈ കണ്ടീഷൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വന്നു. ഈയിടെ പെട്ടെന്ന് തന്നെ കുറേ ബ്രാഹ്മണരെല്ലാം കൂട്ടി വടിവാളും കുന്തവും ഒക്കെ സംഘടിപ്പിച്ചിട്ട് നേരെ പോയി പല വിഹാരങ്ങളും തല്ലി ഉടച്ചു, പല വിഹാരങ്ങളകത്ത് കയറി അക്രമങ്ങളും കാണിച്ചു. അത് കഴിഞ്ഞ് കണ്ടവരെയൊക്കെ വെട്ടി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഭീകരം അന്തരീക്ഷം സൃഷ്ടിക്കാൻ നോക്കി. അങ്ങനെ നോക്കിയപ്പോഴേക്കാണ് ഈ വൈഗാനദി കണ്ടു. വൈഗാനദിയുടെ തീരത്ത് അപ്പുറത്ത് കുറേ ജൈന മതക്കാരും ആ തീരയുടെ മറുകരയിൽ ഇത് ബുദ്ധമതക്കാരൊക്കെ ഇരുന്ന് ധ്യാനം നടത്തുമായിരുന്നു, അല്ല മെഡിറ്റേഷൻസ്. അയാൾ ഇങ്ങനെ കണ്ണുമടച്ച് ധ്യാനിച്ചിരുന്ന ആൾക്കാരെല്ലാം വെട്ടി അവരുടെ തലയിലായി വൈഗാനദിയിൽ ഒഴുകി. അങ്ങനെ വൈഗാനദി മുഴുവൻ രക്തപങ്കിലമായ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ വിഹാരങ്ങളെല്ലാം പിടിച്ചടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ കൂടി അപ്പോഴത്തേക്കും അവിടെ നിൽക്കപ്പെടുന്നില്ലാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും അതെല്ലാം ഇട്ടിട്ട് പിന്നെ പരശുരാമൻ നേരെ പിന്നെ തെക്കോട്ട് പോയി. അങ്ങനെ തെക്കോട്ട് പോയി അദ്ദേഹം എത്തിയത് കേരളത്തിലാണ്. അപ്പം പരശുരാമൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് കേരളം ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് കേരളപുത്ര എന്ന് പറഞ്ഞാൽ അന്നും ഒരു ബുദ്ധിസ്റ്റുകൾ കേരളത്തിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അല്ല, പരശുരാമൻ വരുന്നതിന് മഴവറിഞ്ഞല്ല കേരളം ഇവിടെ നേരത്തെ ഉണ്ട്. അവിടെ ഇങ്ങോട്ട് പരശുരാമൻ ഇതുപോലെ നിക്കക്കളിയില്ലാതെ, നോർത്തിൽ നിന്ന് നിക്കക്കളിയില്ലാതെ തമിഴകത്തു നിന്ന് പിന്നെ നിക്കക്കളിയില്ലാതെ കേരളത്തിലേക്ക് എത്തി. കേരളത്തിൽ എത്തിയപ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ഈ മറ്റൊരു സ്ഥിതിയാണ് കേരളത്തിൽ കണ്ടത്. ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളിലെ ഫൗണ്ടേഷൻ നിർമ്മാണം, ധാരാളം വിഹാരങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ ജൈനിസത്തെക്കാൾ കൂടുതൽ കേരളത്തിൽ അന്ന് ബുദ്ധിസ്റ്റുകളായിരുന്നു. ബുദ്ധിസ്റ്റുകളെല്ലാം കലപ്പ് കൊണ്ട് കൃഷി ചെയ്യുന്നു, വിളവെടുക്കുന്നു. അതുപോലെ തന്നെ അവന് വിഹാരങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാവരും വിദ്യ നേടുന്നു, ധാരാളം ആൾക്കാർ പഠിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, തൊഴിൽ ചെയ്യുന്നു. ഇങ്ങനെ ഇതെല്ലാം കണ്ടു. അവിടുത്തെ ബ്രാഹ്മണൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്, സെയിം അവസ്ഥയായിരുന്നു. ഇത് കണ്ട രാമൻ അവിടുത്തെ പെട്ടെന്ന് കോപാകുലനായി. അവിടുത്തെ കുറേ ആൾക്കാരെ കയ്യിൽ വാളുകൊണ്ട് കൊടുത്ത് രാമനോട് ഇറങ്ങിയിട്ട് ധാരാളം വിഹാരങ്ങളൊക്കെ കൈയടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ബുദ്ധ ഭിക്ഷുക്കളെയൊക്കെ വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്തു. അവിടെ ഇത് സെയിം പരിപാടി, ഈ തമിഴകത്ത് കാണിച്ച അതേ പരിപാടി അവിടെയും ചെയ്തു. അങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരിയുള്ള ദേശത്ത് പല സ്ഥലത്ത് അക്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് 1000 രാജാക്കന്മാരായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ക്യാപിറ്റലൊന്നും കേരളത്തിലായിരുന്നില്ല. അപ്പം ജനങ്ങളെല്ലാം ഇങ്ങനെ പ്രകൃതി ചികിത്സാ പരിശീലനം, ഇത് കലപ്പ ഉപയോഗിച്ചുള്ള കൃഷികൾ, നെയ്ത്ത് പരിശീലനം, കൊത്തുപണികൾ ചെയ്യുന്നു, കരകൗശല നിർമ്മാണം ചെയ്യുന്നു, അങ്ങനെ പരിശീലനം, വിദ്യാഭ്യാസ പരിശീലനം, മറ്റു തൊഴിൽ, ഇങ്ങനെ നിർമ്മാണങ്ങൾ, വിഹാരങ്ങളും പള്ളികളും മഠങ്ങളും ഒക്കെ അവിടെ ഉണ്ടാക്കണം. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ഈ വീണ്ടും ദേഷ്യം വന്നു. ഈ ആൾക്കാർ എടുത്തുകൊണ്ട് ഇതുപോലെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പോയി ഇവരെല്ലാം തല്ലുകയും വെട്ടുകയും കുത്തുകയും അങ്ങനെ കേരളത്തിൽ ആകെ അപകടം ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. അന്ന് റോമും അറബും ഒക്കെ ആയിട്ട് കച്ചവടം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കോടാലും വാളും ഒക്കെ എടുത്ത് ഈ കൊള്ള നടത്തി, കൊള്ളയും കൊലയും കയ്യേറ്റവും നടത്തി പിടിച്ചടക്കി. അങ്ങനെ പിടിച്ചടക്കിയ സ്വത്തുക്കളും വസ്തുക്കളും എല്ലാം ഈ കൂടെയുള്ള ബ്രാഹ്മണർക്കെല്ലാം വീതിച്ചു കൊടുത്തു. ഇതൊന്നും വേണ്ട. അതുവരെ ദക്ഷിണ മാത്രം വാങ്ങി ജീവിച്ചിരുന്ന, ആരും അധികം ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന ഈ ബ്രാഹ്മണർ അങ്ങനെ ഹിംസയുടെയും അക്രമത്തിൻ്റെയും ആളുകളായി മാറുകയാണ് കേരളത്തിലൊന്നും. അതുവരെ ഇവരെ ആരും അങ്ങനെ അറിയത്തില്ലായിരുന്നു. വല്ലപ്പോഴും അതിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ഭിക്ഷ ചോദിക്കുമെന്നല്ലാതെ ഇവരെ ആരും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ഇവരിപ്പോൾ അക്രമത്തിൻ്റെ ആൾക്കാരായി മാറി. അപ്പം പരശുരാമൻ മഴ വരുന്നത് കേരളത്തിൽ അന്തരീക്ഷത്തിലേക്കല്ല, അല്ലെങ്കിൽ കടലിലേക്കല്ല മഴ വരുന്നത്, പിന്നെയോ കേരളത്തിലെ മനുഷ്യരുടെ അയാൾ കോടാലി വെച്ചത്. അവിടെയാണ് അയാൾ മഴ വരുന്നത്. കേരളത്തിലെ മനുഷ്യരുടെ ശാന്തരായി ജീവിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ജനങ്ങളുടെ കടലിലേക്കാണ് അയാൾ കോടാലി എറിഞ്ഞത്. അതിന് കാരണം എന്തിനാണ്? അലസന്മാരും ചോഷകരുമായിട്ടുള്ള ബ്രാഹ്മണരേക്കാൾ സുഖമായി അവർ ജീവിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോഴുണ്ടായ പുള്ളിയുടെ ദേഷ്യമാണ്. അപ്പം ഇങ്ങനെ
ഉത്കൃഷ്ടമായ വിദ്യയിലൂടെയോ ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ആത്മീയതയിലൂടെയോ ഒന്നും അല്ല ബ്രാഹ്മണർ കേരളത്തിൽ പിടിച്ചു നിന്നത്. പിന്നെ കോടാലിയും വാളും ഉപയോഗിച്ചുള്ള നികൃഷ്ടമായ കൊലപാതകങ്ങളിലൂടെ അക്രമം പിടിച്ചു വരെ തുടങ്ങിയ ദ്രോഹങ്ങളിലൂടെയാണ് അവർ കേരളത്തിൽ പിടിച്ചു നിന്നത്. അഹിംസ പരമമായ ധർമ്മമാണ് എന്ന് കരുതിയിരുന്ന ജീവിച്ച മനുഷ്യരെയാണ് കശാപ്പ് ചെയ്തത്. അറ്റകൈക്ക് ഇവർ ചെറുത്തുനിൽപ്പ് തുടങ്ങി ജനങ്ങളെല്ലാം. അങ്ങനെ ചെറുപ്പം തുടങ്ങിയപ്പോൾ അവിടെ നിൽക്കകൾ ഇല്ലാതായി. അപ്പോൾ പിന്നെ ഈ പരശുരാമൻ പിന്നെ തിരിച്ചു പോവുകയാണ്. അത് മെഹുലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പായി പുള്ളി അങ്ങോട്ട് തിരിച്ചു പോയി. അതും ഏതെങ്കിലും തുറന്ന സ്ഥലത്തൂടെ അല്ല പോകണം. പിന്നെ വന്ന പോലെ തന്നെ ഏതെങ്കിലും നദിയുടെ തീരത്തും നദിയിലൂടെ നീന്തി നദിയുടെ തീരത്തൂടെ നടന്ന് തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ ആൾക്കാരെ കണ്ട കൊല്ലും. അങ്ങനെ തടി കേടാകാതെ നിവൃത്തിയില്ലാതെ പരശുരാമൻ പിന്നെ കേരളത്തിൽ നിന്ന് സ്ഥലം വിട്ടു. നദിക്കരയിലൂടെയും കാട്ടിലൂടെയും നടന്ന് തിരിച്ചു പോയെങ്കിലും മധ്യപ്രദേശിലെ മേഹുൽ പുള്ളി എത്തിയില്ല. മേഹുൽ എത്തുന്നതിന് വളരെ അകലെ വെച്ച് തന്നെ പരശുരാമനെ ശത്രുക്കൾ തിരിച്ചറിയുകയും ആദ്യം ക്ഷത്രിയ മാത്രമേ പുള്ളിക്ക് ശത്രു ഉണ്ടായിരുന്നുള്ളൂ. മെഹുന്ന് നേരെ കാശ്മീരിലേക്ക് പോയപ്പോഴത്തേക്കും. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ജൈനമതക്കാരും ബുദ്ധമതക്കാരും ഒക്കെ ശത്രുക്കളായി, പല ശത്രുക്കളായി. അങ്ങനെ മേഹുൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശുഭാംഗം എന്ന് പറഞ്ഞ ഒരു ബുദ്ധരാജാവ് പുള്ളിയുടെ പുറകെ ചേസ് ചെയ്യുകയും പുള്ളി ഈ മേഹുവിന് അടുത്ത് അതിന് കുറേ അകലെ വെച്ച് തന്നെ ഇയാളെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. അങ്ങനെ പരശുരാമൻ, ചിരഞ്ജീവിയായ പരശുരാമൻ എന്നാണ് പറയുന്നത്. പക്ഷേ ശുഭാംഗം എന്ന ഈ ബുദ്ധരാജാവ് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. മധ്യപ്രദേശിൽ തന്നെ വെച്ച് വെട്ടിക്കൊല്ലുകയും. അതാണ് ചിരഞ്ജീവിയായ പരശുരാമൻ്റെ ചരിത്രം അല്ലെങ്കിൽ ബയോഗ്രഫി ആണ് ഈ പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവതാര പുരുഷനുമായി യാതൊരു ബന്ധവുമില്ല. വിഷ്ണുവൊന്നുമായിട്ടും അല്ലെങ്കിൽ ഇതുമായിട്ട് നമ്മുടെ ഈ പരശുരാമന് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താ, ഒരു കൂട്ടക്കൊലയാളിയായിരുന്നു അയാൾ. വെറും ഒരു കൊലയാളിയായിരുന്നു. അപ്പം അവതാര ലക്ഷ്യം ഒന്നുമില്ല. അവതാര ലക്ഷ്യം എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ക്ഷത്രിയരെ മുഴുവൻ മുടിക്കും. ക്ഷത്രിയെ എത്ര പേരെ കൊന്നു? കൂടിയെന്ന 20-25 ക്ഷത്രിയെ കൊന്നു. അതുകൊണ്ട് ഒരു കുലം മുഴുവൻ മുടിക്കുമോ? ഇല്ല. 21 റൗണ്ട് ക്ഷത്രിയരെ മുടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഒന്നും മുടിഞ്ഞില്ല. ക്ഷത്രിയർ പിന്നെയും നൂറ്റാണ്ടുകളോളം ഇവിടെ ഉണ്ടായിരുന്നു. 10-20 ക്ഷത്രിയരെ, പാവം പിടിച്ച ക്ഷത്രിയരെ പുള്ളി കൊന്നിട്ടുണ്ടാവും. പുള്ളി കൊന്നത് കൂടുതലും ഇത് ജൈനമതക്കാരെയും ബുദ്ധമതക്കാരെയാണ് കൊന്നത്. അത് പുള്ളിക്ക് അവരോടുണ്ടാകുന്ന ആ ദേഷ്യം കൊണ്ടാണ്, ഇൻടോളറൻസ് കൊണ്ട്. അപ്പം ഹിംസയിലൂടെ ചോരപ്പൊഴി ഒഴുക്കി ദ്രാവിഡ ദേശത്തെ ഭീതി ഉണർത്തി ഒരു അഡ്രസ്സ് ഉണ്ടാക്കി ബ്രാഹ്മണർക്ക്. അതുവരെ ബ്രാഹ്മണരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവരിങ്ങനെ എന്തെങ്കിലും ദക്ഷിണ വാങ്ങാനായിട്ട് വഴികൾ നടക്കുന്നത് കാണാം, അതല്ലാതെ അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പം ഇത് ഈ പരശുരാമൻ വന്നതിന് പോയതിന് ശേഷം അങ്ങനെയല്ല. ബ്രാഹ്മണരെ കണ്ട ഗുണ്ടകളെ പോലെയാണ് എല്ലാവരും. ബ്രാഹ്മണരെ എല്ലാവരും അറിയും ഇപ്പം. കാരണം അവർ ചോരപ്പൊഴി ഒഴുക്കും, അല്ലെങ്കിൽ ഹിംസയുടെ ആൾക്കാരാണ്, ഹിംസയുടെ രൂപങ്ങളാണ് ബ്രാഹ്മണർ എന്നൊരു അഡ്രസ്സ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ പരശുരാമനിലൂടെയാണ്. അതുകൊണ്ടാണ് പരശുരാമനെ പിന്നെ ഈ ദശാവതാരത്തിൽ ഉൾപ്പെടുത്തിയത്. അതുവരെ ബ്രാഹ്മണർക്ക് സൗത്ത് ഇന്ത്യയിൽ ഒരു അഡ്രസ്സേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഇങ്ങനൊരു അഡ്രസ്സ് ഉണ്ടാക്കി. ഏത്? ഹിംസയുടെ പര്യായമായിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തു. ബ്രാഹ്മണിസത്തിൻ്റെ ക്രൂരതയുടെ വിശ്വരൂപത്തിലൂടെ ഒരു അടിസ്ഥാനം ഉറപ്പിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഈ പരശുരാമനെ അവതാര പുരുഷനാക്കിയെടുത്തത്. അല്ലാതെ അദ്ദേഹത്തിന് ഈ അവതാര പുരുഷനുമായിട്ട് അല്ലെങ്കിൽ വിഷ്ണുവായിട്ടൊന്നും യാതൊരു ബന്ധമൊന്നുമില്ല. ഈ ഒരു സംഭവം കൊണ്ടാണ് പരശുരാമനെ അവതാര പുരുഷനായിട്ട് അല്ലെ അവതാരത്തിൽ ഉൾപ്പെടുത്തിയത്. ഇതാണ് പരശുരാമൻ്റെ ബയോഗ്രഫി, ചിരഞ്ജീവിയായിട്ടുള്ള പരശുരാമൻ്റെ ബയോഗ്രഫി. ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ വരാം. എല്ലാവർക്കും നമസ്കാരം.